വ്യക്തമായ ലക്ഷ്യങ്ങളോടെയുള്ള തന്ത്രങ്ങൾ കൃത്യതയോടെ നടപ്പാക്കുന്നതിനെ ആശ്രയിച്ചാകും ഇന്ത്യയുടെ പുരോഗതി. ഈ വിഷയത്തിലാണെന്ന് കേരള പ്രണാമം എഡിറ്റോറിയൽ ചർച്ച. ലോക സാമ്പത്തിക രംഗവും ഭൗമരാഷ്ട്രീയ ക്രമവും വലിയ മാറ്റത്തിലൂടെ കടന്നുപോവുകയാണ്. യുഎസിലെ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ തീരുവ നയങ്ങളും വിലക്കുകൾക്ക് തുല്യമായ ഇടപെടലുകളും സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നു. വാണിജ്യം, പങ്കാളിത്തം, സുരക്ഷ തുടങ്ങിയവയിൽ തങ്ങളുടെ സങ്കല്പങ്ങളുടെ പുനർനിർണയത്തിന് രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്ന സാഹചര്യമാണിത്. യുഎസ് തീരുമാനങ്ങൾ പരസ്പര ധാരണ പ്രകാരമല്ല മിക്ക രാജ്യങ്ങളും സ്വീകരിക്കുന്നത്. യുഎസ് വിപണിയുടെ വലിപ്പവും ആകർഷകത്വവും മൂലം അതിന് നിർബന്ധിതരാവുകയാണ്. അതേസമയം യുഎസ് ഭരണകൂടത്തിന് ആഭ്യന്തര ബാഹ്യ പരിശോധനകളൊന്നും കൂടാതെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന അധികാര കേന്ദ്രീകരണത്തിന്റെ അപകടവും ലോകരാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. തെറ്റിദ്ധാരണകളാണ് ട്രംപിന്റെ തീരുവ തന്ത്രങ്ങൾക്ക് പിന്നിൽ. വിലക്കയറ്റത്തിന് ഇടയാക്കുക വഴി ഉയർന്ന തീരുവ ആദ്യം ബാധിക്കുന്നത് യുഎസ് ഉപഭോക്താക്കളെ തന്നെയാണ്. ഇത് കാര്യക്ഷമത കുറയ്ക്കാനേ സഹായിക്കൂ. ഇന്ത്യൻ കമ്പനികൾക്ക് ചെറിയ കാലത്തേക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ രാജ്യത്തിന്റെ ബൗദ്ധിക മികവും സാഹചര്യങ്ങളോട് വേഗം പൊരുത്തപ്പെടാനുള്ള കഴിവും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നമുക്ക് തുണയാകും. ഇന്ത്യക്ക് മികവായി രണ്ട് കാര്യങ്ങളുണ്ട്: രാജ്യത്തെ നൈപുണ്യമുള്ള യുവജനങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അതിവേഗം സ്വാംശീകരിക്കാൻ അവർക്കുള്ള കഴിവും. അതേസമയം നാം ആശ്രയിക്കുന്ന പ്രധാന ടെക്നോളജി പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കുന്നത് വിദേശ കമ്പനികളാണെന്നത് നമ്മുടെ ദൗർബല്യവും. യുഎസിന്റെ ഉയർന്ന തീരുവ ഹ്രസ്വകാലത്തേക്ക് കേരളത്തെയും ബാധിക്കും. പ്രവചനാത്മകമായ പരസ്പരബന്ധിതമായ വാണിജ്യത്തിന്റെ കാലം അവസാനിക്കുകയാണ്. കൂടുതൽ ശിഥിലവും മത്സരക്ഷമവും സങ്കീർണവുമായ രാഷ്ട്രീയ സ്ഥിതിയുള്ള ലോകമാണ് മുന്നിലുള്ളത്. നിർമ്മിത ബുദ്ധിയും കാലാവസ്ഥാ രംഗത്ത് നടപ്പാക്കേണ്ട അടിയന്തര നടപടികളും അതിന്റെ രൂപീകരണത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തും. പുതിയൊരു ലോകക്രമം ഉരുത്തിരിയുകയാണ്. അതിൽ നിർണായക ശക്തിയായി ഇന്ത്യയുണ്ടാവും. പാത ദുഷ്കരമാണെങ്കിലും മാറാനും നവീകരിക്കപ്പെടാനും തയ്യാറായാൽ അത് അനായാസം തരണം ചെയ്യാം. ഇതാണ് ഇന്നത്തെ ചിന്താശകലങ്ങൾ.